ദൈവത്തിന് മഹത്വം. നോമ്പിൻ ദിനങ്ങളിലെ വചന ധ്യാനത്തിലേക്ക് പ്രാർത്ഥനാപൂർവം സ്വാഗതം. ധ്യാനത്തിനായി എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. കർത്താവിലേക്ക് കണ്ണുകളെ ഉയർത്തി പഴയ പാപ സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് ദൈവത്തിലേക്ക് വളരുവാൻ ഈ വചനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. നമുക്ക് പറ്റുന്ന പിഴവ് നാം ആയിരുന്ന പഴയ പാപ സാഹചര്യങ്ങളെ വീണ്ടും തിരിഞ്ഞു നോക്കുന്ന ഒരു കെണിയാണ് നമ്മെ അപകടത്തിലാഴ്ത്തുന്നത്. ആത്മീയ ജീവിതത്തിലെ ഒരു വലിയ പ്രതിസന്ധിയാണ് ഇതൊരു പോരാട്ടമാണ്. ഇവിടെ നമുക്ക് എങ്ങനെ വിജയിക്കാമെന്ന് 3 വചനങ്ങളിലൂടെ വേഗത്തിൽ ധ്യാനിക്കാം. ഒന്ന്, ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 26-ാം വാക്യത്തിൽ ലോത്തിന്റെ ഭാര്യയ്ക്ക് പറ്റിയ അബദ്ധം നമുക്ക് പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കാം. സൊദോം ഗൊമോറ നശിപ്പിക്കുന്ന വേളയിൽ ലോത്തിനോടും കുടുംബത്തോടും ദൈവം വയ്ക്കുന്ന നിബന്ധന അവരെ രക്ഷിക്കുന്നതിനെ പിന്തിരിഞ്ഞു നോക്കരുത് എന്നുള്ളതായിരുന്നു. സൊദോം ഗൊമോറ പാപത്തിന്റെ അങ്ങേ അറ്റമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അവിടെ നിന്ന് വിട്ട് മുമ്പോട്ട് രക്ഷപ്പെട്ടോടുന്ന ആ ഒരു വഴിയിൽ ആ പാപം നിറഞ്ഞ ഇടത്തേക്ക് വീണ്ടും തിരിഞ്ഞു നോക്കരുത് എന്ന് കൂടെയാണ് കർത്താവ് പറയുന്നത്. എന്നാൽ ലോത്തിന്റെ ഭാര്യ അതനുസരിക്കാതെ പിന്തിരിഞ്ഞു നോക്കുന്നു. അവൾ അവിടെ ഉപ്പുതൂണായി തീരുന്നു, സ്റ്റക്കായി പോയി. ആ ഒരു ദുരന്തം വീണ്ടും പഴയതിലേക്ക് പിന്തിരിഞ്ഞു നോക്കിയത് കൊണ്ടാണ് ഉണ്ടായത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും നാം വിട്ടുവന്ന പഴയ പാപ സാഹചര്യങ്ങളെ, ഉദാഹരണത്തിന് പഴയ സുഹൃത്ത് ബന്ധങ്ങളോ പഴയ ചില സാഹചര്യങ്ങളോ ചില പരിസരങ്ങൾ, ഇവയിലേക്ക് വീണ്ടും തിരിഞ്ഞു നോക്കുന്ന, മനസ്സുകൊണ്ട് ചിന്തിച്ചെത്തുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അപകടമുണ്ടാക്കും എന്നുള്ളത് മനസ്സിലാക്കുക. നാം പിന്നിലേക്കല്ല നോക്കേണ്ടത്, മുന്നിലേക്ക്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിലേക്കാണ് നമ്മൾ കണ്ണുകൾ ഉയർത്തി നോക്കേണ്ടത്. 2, സങ്കീർത്തനം 119 അതിന്റെ 11-ാമത്തെ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ മനസ്സിനെ, ഹൃദയത്തെ നാം വചനം കൊണ്ട് നിറയ്ക്കണം. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ദൈവത്തോട് പാപം ചെയ്യാതിരിക്കാൻ നാം ചെയ്യേണ്ടത് വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുക എന്നുള്ളതാണ്. വചനം ഹൃദയത്തിൽ ഇല്ല എങ്കിൽ പാപം വിട്ടുവന്ന നമ്മുടെ ഹൃദയം ഒഴിഞ്ഞു കിടക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ വചനം കൊണ്ട് നാം നിറച്ചില്ല എങ്കിൽ, ഹൃദയത്തെ വചനം കൊണ്ട് നിറച്ചില്ല എങ്കിൽ വീണ്ടും പഴയ ഓർമ്മകളും ചിന്തകളും ആ ഇടത്ത് വീണ്ടും വന്ന് കുടിയേറും. അത് വീണ്ടും പഴയതിലേക്ക് നമ്മെ വലിച്ചു കൊണ്ടുപോകും. എന്നാൽ വിട്ടുവന്ന പാപ സാഹചര്യം അത് ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായി കളയുന്നതിനും പുതിയൊരു സൃഷ്ടിയാകുന്നതിനും നമ്മെ സഹായിക്കുന്നത്, നമ്മെ പ്രൊട്ടക്ട് ചെയ്യുന്നത് യേശുവിന്റെ, ദൈവത്തിന്റെ വചനമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ദൈവത്തോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് ദൈവത്തിന്റെ വചനത്തെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നവരായിട്ട്, വചനം ഹൃദയത്തിൽ നിറയ്ക്കുന്നവരായിട്ട് നമുക്ക് ജീവിക്കാം. ഒടുവിലായി ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യത്തെ ആസ്പദമാക്കി ഇങ്ങനെ നമുക്ക് ധ്യാനിക്കാം: പരിശുദ്ധാത്മാവിന്റെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ആത്മാവിനെ അനുസരിച്ച് ജീവിക്കാം. ഇവിടെ വചനം ഇങ്ങനെ പറയുന്നു, ഗലാത്യർ 5:16, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു. പൗലോസ് അപ്പോസ്തലൻ ഭംഗിയായി ഇത് പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമായി നമുക്ക് ബോധ്യം വേണം. ഒന്ന്, ഒരു മനുഷ്യൻ ദേഹം, ദേഹി, ആത്മാവിനാൽ ചേർക്കപ്പെട്ട അനുഭവമാണ്. ദേഹം, ദേഹി, ആത്മാവ്, ഈ 3നും ഒരുമിച്ചിരിക്കുക അസാധ്യമാണ്. ദേഹി ഒന്നുകിൽ ജഡത്തെ ആശ്രയിച്ചോ അല്ലെങ്കിൽ ദേഹി ആത്മാവിന്റെ ഇഷ്ടം നിർവഹിച്ചോ മാത്രമേ ആയിരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ഭൂരിപക്ഷവും സമയങ്ങളിലും നാം ചെയ്തു പോകുന്നത് നമ്മുടെ ജഡത്തെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി മനസ്സിനെ വിട്ടുകൊടുക്കുന്ന അനുഭവമാണ്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിന്റെ ജഡീകതയിലും ലൗകികതയിലും നാം ഇങ്ങനെ ഇഴുകിച്ചേർന്ന് ജീവിക്കുന്നു. നമ്മുടെ മനസ്സിൽ എപ്പോഴും ലോകത്തിന്റെ ചിന്തകൾ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആത്മീയമായി ചിന്തിക്കുവാനോ ധ്യാനിക്കുവാനോ ദൈവ ഇഷ്ടം തിരിച്ചറിയുവാനോ കഴിയാതെ പോകുന്നു.
ഇവിടെ പൗലോസ് അപ്പോസ്തലൻ നമ്മെ വ്യക്തമായി ഓർപ്പിക്കുന്നു, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ. എന്താണോ ആത്മാവിന്റെ ആവശ്യം, എന്താണോ ആത്മാവിന്റെ ആഗ്രഹം, എന്താണോ ആത്മാവിന് വേണ്ടത്, അതനുസരിച്ച് ജീവിക്കാനായിട്ട് നാം പരിശീലിക്കണം. അങ്ങനെ പരിശീലിച്ചാൽ ജഡത്തിന്റെ ഇഷ്ടം ചെയ്യാതെ, ജഡത്തിന്റെ മോഹം നിവർത്തിക്കാതെ ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു എന്നും പൗലോസ് വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ആത്മാവിന്റെ ഇഷ്ടം എന്ത് എന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുവാനായിട്ട് കഴിയണം. ഇതിനൊക്കെയും പരിശുദ്ധാത്മാവിന്റെ സഹായം ആവശ്യമുണ്ട്. നമുക്ക് സ്വതവേ ഇതൊന്നും ചെയ്യുവാനായിട്ട് ഒരു പരിധിവരെ കഴിയുന്നില്ല. അതുകൊണ്ട് ദിനംതോറും പരിശുദ്ധാത്മാവിന്റെ സഹായം ദൈവത്തോട് ചോദിച്ചുകൊണ്ട് ജീവിപ്പാൻ നമുക്ക് കഴിയട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തിന്റെ നായകനും പൂർണ്ണത വരുത്തുന്നവനുമായ ഞങ്ങളുടെ കർത്താവേ, അങ്ങയെ നോക്കി ജീവിക്കുവാൻ, ഞങ്ങളുടെ പഴയ പാപ സാഹചര്യങ്ങളിലേക്ക് വീണ്ടും വഴുതി വീഴാതെ അങ്ങയുടെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിന് ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കുകയും സഹായിക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ വചനത്താൽ നിറയ്ക്കുകയും ചെയ്യണമേ. അങ്ങനെ ഞങ്ങൾ അങ്ങയുടെ മക്കളും അങ്ങയുടെ ഇഷ്ടം ചെയ്യുന്നവരുമായി തീരട്ടെ. ആമേൻ.